ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രത്നേഷ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ലഭിക്കുന്നത്? പല ആൾക്കാർക്കും യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? ഒരിക്കൽ രവി എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ സന്തോഷത്തിന് വേണ്ടി ലോകം മുഴുവൻ അലിഞ്ഞു തിരിഞ്ഞു നടന്നു. അദ്ദേഹം രുചികരമായ ഭക്ഷണം കഴിച്ചു, പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചു, ഉല്ലാസയാത്രകൾ നടത്തി, കൂട്ടുകാരോടൊപ്പം പാർട്ടികൾ പങ്കെടുത്തു. അപ്പോഴൊക്കെ അതിയായ സന്തോഷം ലഭിച്ചു. പക്ഷേ അത് ക്ഷണിക നേരം കൊണ്ട് അപ്രത്യക്ഷമായി പോകുന്നു. സന്തോഷത്തിന് വേണ്ടി കൂടുതൽ ആസ്വാദികരമായ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെ രവി നിരാശനായിരിക്കെ അദ്ദേഹം പോകുമ്പോൾ ഒരു വൃദ്ധനായ ഒരു പൂന്തോട്ടക്കാരനെ കണ്ടു. അദ്ദേഹം സന്തോഷകരമായി ജോലി ചെയ്യുകയായിരുന്നു. രവി പൂന്തോട്ടക്കാരനോട് ചോദിച്ചു, എങ്ങനെയാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുക? എനിക്ക് ലഭിക്കുന്ന സന്തോഷങ്ങളൊക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമായി പോകും. പൂന്തോട്ടക്കാരൻ പറഞ്ഞു, മോനെ, നിനക്ക് ലഭിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് ഒരു പൂ പറിക്കുന്ന പോലെയുള്ളതാണ്. വളരെ മനോഹരവും മണമുള്ളതുമാണ്. പക്ഷേ അത് വാടിപ്പോകും. യഥാർത്ഥ ശാശ്വതമായ സന്തോഷം എന്ന് പറയുന്നത് ഒരു ചെടി നടുന്നത് പോലെയാണ്. രവി ചോദിച്ചു, എങ്ങനെയാണത് എന്ന് പറഞ്ഞു തരാമോ? പൂന്തോട്ടക്കാരൻ പറഞ്ഞു, അതിന് ഒരു 5 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തേത്, നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളിൽ ദിവസേന നന്ദിയുള്ളതായിരിക്കണം. നന്ദിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശാശ്വതമായ സന്തോഷം ലഭിക്കും. മറ്റൊന്ന് ഗിവിങ് ആണ്. ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് സംതൃപ്തി ലഭിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്, നല്ല റിലേഷൻഷിപ്പാണ്. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും നല്ല ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ തനിച്ചെന്ന ഫീലില്ലാതെ യഥാർത്ഥ സന്തോഷം ലഭിക്കും. നാലാമത് എന്ന് പറയുന്നത്, നമുക്ക് പർപ്പസ് ഉണ്ടായിരിക്കണം. എപ്പോഴും ജീവിതത്തിൽ പണമുണ്ടാക്കലല്ല, മറ്റുള്ളവർക്ക് നല്ലത് വരുന്ന ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിനക്ക് സന്തോഷം ലഭിക്കും. അഞ്ചാമത്, സെൽഫ് കെയറിംഗ് ആണ്. നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധിയായി സൂക്ഷിക്കുക. അതിന് ധ്യാനവും വ്യായാമവും നീ ചെയ്യുക. ഈ 5 കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു പൂന്തോട്ടം പരിപോഷിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ്. ദിവസവും അത് നന്നായി നോക്കി നടത്തിയാൽ കാലക്രമേണ നിന്റെ ഉള്ളിൽ ശാശ്വതമായ സന്തോഷം, എപ്പോഴും നിലനിൽക്കുന്ന യഥാർത്ഥ സന്തോഷം എനിക്കുണ്ടാവും. രവിക്ക് ഇതൊരു പുതിയ അറിവായി തോന്നി. രവി ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ രവിക്ക് യഥാർത്ഥ ശാശ്വതമായ സന്തോഷം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ജീവിതം എന്ന് പറയുന്നത് ഇതാണ്. ആസ്വാദനം എന്ന് പറയുന്നത് ക്ഷണികവും ബാഹ്യവുമായ കാര്യങ്ങളാണ്. അത് പെട്ടെന്ന് അപ്രത്യക്ഷമായി പോകും. യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുകയും ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും നല്ല ബന്ധങ്ങൾ പരിപോഷിച്ചു കൊണ്ടുപോവുകയും ജീവിതത്തിൽ ധ്യാനവും വ്യായാമവും ഒക്കെ ചെയ്തു കൊണ്ടുപോവുകയും ചെയ്യുമ്പോഴൊക്കെ നമുക്ക് യഥാർത്ഥ സന്തോഷം ലഭിക്കും. അങ്ങനെ നമ്മുടെ ജീവിതം സന്തോഷകരമായി. ഇത്രമാത്രമാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ബൈ.